ഹലോ വെൽക്കം ടു IAS ഫാക്ടർ. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പുതിയ സെക്ഷനാണ് ലീപ്പ് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ ഒരു സീരീസ് ലീപ്പ് എന്നാണ് പോകുന്നത്. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഇത്. MCQ പ്രാക്ടീസ് ആണ്, കറണ്ട് അഫയേഴ്സിന് എടുത്ത് MCQ പ്രാക്ടീസ് ആണ്. സോ നമ്മുടെ ഫസ്റ്റ് സീരീസ് ആണ്, നമ്മുടെ ലീപ്പ് 1 ആണ്. ഫസ്റ്റ് പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിനകത്തുള്ളത്. സോ ഇതിൽ നമ്മൾ എന്താണ് അൾട്ടിമേറ്റ്ലി നമ്മുടെ ഒബ്ജക്റ്റീവ് എന്നുള്ളത് നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഡെയിലി നിങ്ങൾ പലരും ഇതിന്റെ അടുത്ത കുറച്ച് ദിവസങ്ങൾ നമ്മൾ സിവിൽ സർവീസിന്റെ പ്രിലിംസിന് വേണ്ടി പഠിക്കുമ്പോൾ കറണ്ട് അഫയേഴ്സ് വലിയൊരു ചലഞ്ചാണ്. നമുക്ക് പലപ്പോഴും കറണ്ട് അഫയേഴ്സ് മുഴുവൻ പഠിച്ച് തീർക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് വേണം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എത്രയും കുറച്ച് സമയം കൊണ്ട് കറണ്ട് അഫയേഴ്സിന്റെ മേജർ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസറും കൃത്യമായിട്ട് നോക്കുക. ഇത് ഞാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ കൂടെ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്യുക. സോ മാക്സിമം ഏരിയ കവർ ചെയ്യുക, പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്യുക. കാരണം പ്രാക്ടീസ് മോഡ് ഓൺ ആവണം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇത് നിങ്ങളുടെ പ്രാക്ടീസ് മോഡ് ഓൺ ആയിരിക്കും. UPSC മോഡ് ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഏരിയ എന്നുള്ളതും ഒരു റിവിഷനും ഇതിനകത്ത് നിന്ന് കിട്ടണം. സോ അത് ഓരോ മാസത്തെയാണ് ഇതിലെടുക്കുന്നത്. നമ്മൾ ഇന്ന് എടുക്കുന്നത് ജനുവരി 25 കറണ്ട് അഫയേഴ്സ് ആണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് വളരെ പെട്ടെന്ന് നിങ്ങൾ എൻ്റെ കൂടെ സോൾവ് ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു റിവിഷനും കിട്ടും. പിന്നെ പറയാൻ പറ്റുള്ളൂ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചാലും നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ അതേപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ നോട്ട്സ് 2025 UPSCക്ക് വേണ്ടി വളരെ ചെറിയ ഷോർട്ട് നോട്ട്സ് എന്ന രീതിയിൽ ക്യാപ്സുൽ ഫോർമാറ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ടർബോ 60 നോട്ട്സ് എന്നാണ് എൻ്റെ പേര്. 60 ഡേയ്സിന്റെ നോട്ട്സ്. ഇത് വേണം നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പറിലേക്ക് ഇതിൽ മെസ്സേജ് ചെയ്താൽ ഈ നോട്ട്സ് അയച്ചു തരും. സോ ടർബോ 60 നോട്ട് സെറ്റ് 1 സെറ്റ് 2 വളരെ അവസാന നിമിഷം കുറേ കണ്ടന്റ് പഠിച്ച് മടുക്കുന്നവർക്ക് വളരെ ക്വിക്ക് ആയിട്ട് ഒരു ദിവസം ടാർഗറ്റ് വയ്ക്കുക. ഒരു ദിവസം സെറ്റ് 1 ഇത്ര നോട്ട് ഞാൻ പഠിച്ചു തീർക്കും. അങ്ങനെ ഒരു കഴിഞ്ഞ ജൂൺ തൊട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് കോൺസെപ്റ്റ്സ് പഠിക്കാൻ വേണ്ടിയുള്ള വളരെ ഷോർട്ടായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കവറേജ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ നോക്കുന്നത്. ഞാനിതിൽ ഏറ്റവും കൂടുതൽ എംഫസിസ് കൊടുത്തിരിക്കുന്ന കവറേജ് ആണ്. നമ്മൾ 1000-1500 പേജുള്ള കറണ്ട് അഫയേഴ്സ് നോട്ട് വായിച്ച് തീർക്കാൻ പറ്റാത്തതിനെക്കാട്ടും നല്ലതാണ് എല്ലാ പ്രധാനപ്പെട്ട കോൺസെപ്റ്റും വളരെ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളത്. അങ്ങനെയാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് ഇതിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഫോർ ഓൾ ദി അതർ പീപ്പിൾ, നമ്മുടെ ട്രിവാൻഡ്രം സെന്റർ നമ്മൾ ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് റിവിഷൻ എക്സാംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് റിവിഷൻ എക്സാംസ്, ബേസിക് റിവിഷൻ എക്സാംസും ഇതിന്റെ കറണ്ട് അഫയേഴ്സിന്റെയും ഫുൾ ടോപ്പിക് എക്സാമും കോംപ്രഹെൻസീവ് മോക്കൊക്കെ ഫ്രീ ആയിട്ട് ട്രിവാൻഡ്രം സെന്റർ നമ്മുടെ സെന്ററിൽ വന്ന് എഴുതാവുന്നതാണ്. അതുകൊണ്ട് റിവിഷൻ ലാസ്റ്റ് മിനിറ്റ് വേണം തോന്നുകയാണെങ്കിൽ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിയുടെ ഒക്കെ റിവിഷൻ പേപ്പേഴ്സ് ഇവിടെ വന്നിരുന്ന് എഴുതാവുന്നതാണ്. ഇതിൽ കാണുന്ന രജിസ്റ്റർ ചെയ്യാം. റെഡി? അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ നോക്കുന്നത്. ജനുവരി 2025 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ഹിയർ. സോ റെഡി? ക്വസ്റ്റ്യൻ എൻ്റെ കൂടെ തന്നെ സോൾവ് ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഫിനിഷ് ഓഫ് ചെയ്യാൻ പറ്റണം. കാരണം അങ്ങനെ ചെയ്താലേ നമുക്കിത് ഡെയിലി ചെയ്യുമ്പോൾ നിങ്ങളുടെ ടൈമിന് വർത്ത് ആയിട്ട് നമുക്കിത് പഠിക്കാൻ പറ്റുള്ളൂ. ലെറ്റ്സ് ഗോ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് FTI-TTP. എല്ലാം ജാൻ കറണ്ട് അഫയേഴ്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. 3 പ്രധാനപ്പെട്ട ഓപ്ഷൻസ്. It allows Indian citizen and OCI card holder to bypass traditional immigration checks using automatic e-gates. Okay, the biometric authentication system used under FTTPI eliminates the need for passport verification. The registration is valid for 10 years from the date of approval. So 3 കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് FTI-TTP അറിയണം. അപ്പോൾ ഇതിന്റെ ആൻസർ ഒന്ന്, e-gates പെട്ടെന്ന് പോവാം, പാസ്പോർട്ട് വെരിഫിക്കേഷൻ എലിമിനേറ്റ് ചെയ്യാം, 10 വർഷത്തേക്ക് ഒരിക്കൽ ഉണ്ട്. സോ ഒബ്വിയസ്ലി യു നീഡ് ടു നോ ഇന്ത്യൻ സിറ്റിസൻസിനും OCI കാർഡ് ഹോൾഡർ ബൈപ്പാസ് ട്രഡീഷണൽ ഇമിഗ്രേഷൻ റൂൾ മാറ്റാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇതിൽ ഏതായിരിക്കും ആൻസർ? ഒരു 5 സെക്കൻഡ്സ് നിങ്ങളുടെ മനസ്സിൽ തന്നെ ആലോചിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ആൻസർ ക്രാക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ലെറ്റ്സ് ചെക്ക് ഔട്ട് ദി ആൻസർ. It allows Indian citizen and OCI card holder bypass traditional immigration checks using automatic e-gates. That sounds good. ഇത് ഓക്കെ ആണെന്ന് തോന്നുന്നു നമുക്ക്. യെസ്, ബയോമെട്രിക് authentication system used under FTI-TTP eliminates the need for passport verification. ആ ഒരു സംഭവം എലിമിനേറ്റ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് മേക്കിംഗ് e-gates വഴി സിംപ്ലിഫൈ ചെയ്യുന്നതേ ഉള്ളൂ. എങ്കിൽ പിന്നെ കൊള്ളാലോ, പാസ്പോർട്ട് ഇല്ലാതെ പോകാൻ പറ്റുമെങ്കിൽ. ഇറ്റ് ഈസ് നോട്ട് എലിമിനേറ്റിംഗ് ദ പാസ്പോർട്ട് വെരിഫിക്കേഷൻ പ്രോസസ് ആൻഡ് ദ രജിസ്ട്രേഷൻ പ്രോസസ്. സോ ദിസ് ഇസ് ഫാൾസ്. The registration is valid up to 10 years from the date of approval. This is also false. ഇതിൽ നോക്കുകയാണെങ്കിൽ 5 വർഷത്തേക്ക് മാത്രമേ ഇതിന്റെ രജിസ്ട്രേഷൻ വാലിഡിറ്റി ഉള്ളൂ. So this was, so the answer is obviously A only, 1 only എന്നുള്ള ആൻസർ നിങ്ങൾക്ക് എൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് റിവിഷൻ പ്രോസസ്സായിട്ട് മാർക്ക് ചെയ്യാം. സോ ഇതിൽ തെറ്റുത്തരം കണ്ടു. ഇത് 1 മാത്രമാണ് ഇതിൽ ശരി ഉത്തരം എന്ന് പറയുന്നത്, ബാക്കി 2 തെറ്റാണ്. ലെറ്റ്സ് ഹാവ് എ അണ്ടർസ്റ്റാൻഡിങ് റിഗാർഡിംഗ് ദാറ്റ്. ഇത് കറക്റ്റ് ആണ്. ബൈ ട്രഡീഷണൽ ഇന്ത്യൻ സിറ്റിസൻസിനും OCI, നിങ്ങളുടെ പോളിറ്റി പോയി കഴിഞ്ഞാൽ ഓവർസീസ് സിറ്റിസൻസ് ആരാണ് അല്ലെങ്കിൽ NRI ആരാണ്, എന്താണ് ഇന്ത്യൻ സിറ്റിസന്റെ വ്യത്യാസം, ഇന്ത്യൻ പോളിറ്റിയിൽ ഈ വ്യത്യാസം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. Here we are bypassing traditional checks using automatic gates. This is absolutely correct. But when you go
Biometric authentication is used. Passport verification is still required. അത് eliminate ചെയ്യാൻ പറ്റില്ല. So that is statement number 2. And registration is valid for 5 years. So this is actually quicker and smoother for Indian citizens and OCI card holders. Participants in this program can use automated e-gates at airports, bypassing the regular immigration process. സോ ഇത് FTI TTP ഉണ്ടെങ്കിൽ സാധാരണക്കാർക്ക് സ്മൂത്ത് ആയിട്ട് പോകാമെന്നുള്ള ഒരു ഇന്ത്യൻ സിറ്റിസൻസിന് വേണ്ടി മാത്രമല്ല OCI ആൾക്കാർക്കും ഇമ്പോർട്ടൻ്റ് ആണ്, OCI കാർഡ് ഹോൾഡേഴ്സിനും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതായിരുന്നു ആദ്യത്തെ ചോദ്യം. സോ 2 only gets the correct, 1 only gets the right answer. Moving on to the next question. With reference to Bharat Run Bhumi Darshan Initiative. UPSC ഇങ്ങനത്തെ ക്വസ്റ്റൻ ഒക്കെ വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ടായിരിക്കും പലപ്പോഴും ഇത് കേൾക്കുന്നുണ്ടാവുക. With reference to Bharat Run Bhumi Darshan, ഇപ്പൊ തന്നെ പ്രാക്ടീസ് ചെയ്യാം. It is solely launched by the Ministry of Defence. Okay, it includes locations like Doklam and Galwan Valley, which is pretty there in the news. It offers virtual tours and travel assistance of border tourism sites. അങ്ങനെയൊക്കെ ബോർഡർ ഏരിയസിലേക്ക് ആൾക്കാരെ ദർശനിലേക്ക് കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ടോ? 2 and 3, 1 and 2, 3 only, 1, 2 and 3 എല്ലാ സ്റ്റേറ്റ്മെന്റും ഉണ്ടോ എന്നുള്ള ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ലെറ്റ്സ് ചെക്ക് ഔട്ട് ദി ആൻസേഴ്സ് ഹിയർ. ചെക്ക് ദി ആൻസേഴ്സ്. ഇറ്റ് ഇസ് സോൾലി ലോഞ്ച്ഡ്, ഇവിടെ വാക്കുണ്ട് സോൾലി ലോഞ്ച്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് പാർട്ട്ലി റൈറ്റ്, ബട്ട് ഇറ്റ് ഇസ് ഓൾസോ പാർട്ട്ലി റോങ്, ബിക്കോസ് ഇറ്റ് ഇസ് റോങ്. മിനിസ്ട്രി ഓഫ് ഡിഫൻസ് മാത്രമല്ല ഇതിന്റെ ഭാഗമായിട്ടുള്ളത്. ഈവൻ സ്റ്റേറ്റ്സ് ആർ പാർട്ട്, ഈവൻ മിനിസ്ട്രി ഓഫ് ടൂറിസം ഇസ് ഓൾസോ പാർട്ട്. ഇറ്റ് ഇസ് ജോയിന്റ്ലി ആണ്. ഈ ചില എക്സ്ട്രീം വേർഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും സോൾലി ബൈ മിനിസ്ട്രി ഓഫ് ഭാരത് റൺ ഭൂമി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ അത് മാത്രമല്ല, it includes locations like Doklam and Galwan Valley. It offers virtual tours. So let's check out the answers also. The answer is you can see 2 and 3 എന്ന് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. വെർച്വൽ ടൂറും അസിസ്റ്റൻസും കൊടുക്കുന്നുണ്ട് ടൂറിസ്റ്റ് ഗാൽവാൻ ദോക്ലാം വാലിയിലേക്കൊക്കെ, ബട്ട് മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് മാത്രമല്ല എന്നുള്ള പോയിന്റ്. The initiative is not solely launched by the Ministry of Defense. It is a collaborative effort involving multiple entities, like Ministry of Tourism is also a part of that, and state governments are part. So ബാക്കിയൊക്കെ Doklam is a part of the initiative. Virtual tourum, travel assistance, border tourism നല്ലതല്ല. നമുക്ക് ഈ വാറൊക്കെ നടക്കുന്ന സ്ഥലം പോയി കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രധാനപ്പെട്ട ഭാരത് റൺ ഭൂമി ദർശൻ ഇനിഷ്യേറ്റീവില് ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്. സോ ദാറ്റ് ഈസ് കറക്റ്റ്. ആൻഡ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഹിയർ വി ഗോ. അടുത്തത് ഏതാണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഹിയർ ഗോ ടു ദ നമ്മൾ ഓൾറെഡി നോക്കി. മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, മിനിസ്ട്രി ഓഫ് ടൂറിസം ആണ് നടത്തുന്നത്. ഹിസ്റ്റോറിക്കൽ മിലിറ്ററി, ദ ഇനിഷ്യേറ്റീവ് ഇൻക്ലൂഡ്സ് 77 ശൗര്യ ഗന്തവ്യ സൈറ്റ്സ്. 77 സൈറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇറ്റ്സ് കോൾഡ് ഗന്തവ്യസ്, ശൗര്യ ഗന്തവ്യ സൈറ്റ്സ്, which are known for their strategic importance and bravery of Indian armed forces. Virtual tour ഉണ്ട് എന്നുള്ളൊരു പോയിന്റും കൂടെ മനസ്സിലാക്കാം. Spot on. And here we go to the next question. Consider the following statements regarding PM Ayushman Bharat Health Infrastructure Mission. സാധാരണയല്ല, they're asking about the Bharat Ayushman Bharat Health Infrastructure, PM Abhim എന്ന് പറയുന്നതിൻ്റെയാണ്. It aims to strengthen primary, secondary and tertiary healthcare ഒരുമിച്ചുണ്ടെന്ന് പറയുന്നുണ്ട്. And budget. Sometimes UPSC has this idea of asking the budget. നമുക്ക് ബഡ്ജറ്റുകളൊന്നും കാണാതെ പഠിക്കാൻ പറ്റുമെന്നില്ല, പക്ഷെ ഏകദേശം ഒരു ധാരണ ഉണ്ടാവണമല്ലോ. അതിന് നമുക്ക് മെയിൻ ബഡ്ജറ്റ് അറിയണം, ഹെൽത്തിലേക്ക് എത്ര അലോക്കേഷൻ ഉണ്ട്. ചില സമയത്ത് 64,000 കോടി എന്നുള്ളതൊക്കെ ചിലപ്പോൾ 2 ലക്ഷം കോടിയൊക്കെ അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയൊക്കെ ഒരു സ്കീമിന് അപ്രൂവ് ചെയ്യുമോ എന്നുള്ള ഒരു തോന്നൽ നമുക്ക് വേണം. സോ വൺ കീ ഇനിഷ്യേറ്റീവ് അണ്ടർ ഇറ്റ് ഇസ് സെറ്റിംഗ് അപ്പ് ഓഫ് ക്രിട്ടിക്കൽ കെയർ ഹോസ്പിറ്റൽ ബ്ലോക്സ് ഇൻ ഡിസ്ട്രിക്ട് വിത്ത് പോപ്പുലേഷൻ അബവ് 5 lakh. ഇറ്റ്സ് എ വെരി ടിപ്പിക്കൽ UPSC ക്വസ്റ്റ്യൻ. സോ ഇതിനകത്ത് എന്താണ് ഉത്തരം? 1 and 2 ആണോ, 2 and 3 ആണോ, 1 and 3 ആണോ, അതോ 1, 2, 3 ആണോ എന്നുള്ളതും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. സോ ലെറ്റ്സ് ടേക്ക് ഇറ്റ് ഇസ് പ്രൈമറി. ഇതിൽ കറക്റ്റ് തന്നെയാണ്. ഇതിൽ പ്രൈമറി, one second, let me correct this. ഇത് ഓപ്ഷൻ കറക്റ്റ് തന്നെയാണ്. അതായത് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി ഹെൽത്ത് കെയർ എന്നുള്ളത് അബ്സല്യൂട്ട്ലി കറക്റ്റ് തന്നെയാണ് ഇതിനകത്ത്. സോ let me yes, adjust my pen and now it is better. Okay, sorry, ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അതായത് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി സെക്ടർ ഉണ്ട്, ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് എന്നുള്ളത്. ബഡ്ജറ്റ് ഈസ് ഓൾസോ റൈറ്റ്. ക്രിട്ടിക്കൽ കെയർ ഹോസ്പിറ്റൽ ബ്ലോക്സ് വിത്ത് ഡിസ്ട്രിക്ട് 5 lakhന് മുകളിൽ പോപ്പുലേഷൻ ഉള്ളിടത്ത് ക്രിട്ടിക്കൽ ഹോസ്പിറ്റൽ ബ്ലോക്ക് ഉണ്ടെന്നുള്ളതും ശരിയായിട്ടുള്ള പോയിന്റ് ആണ്. സോ ദി ആൻസർ ഇസ് ഓൾ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അബൌ. എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. സോ യു ഷുഡ് ഡെഫിനറ്റ്ലി ഹാവ് എൻ ഐഡിയ. One of the largest healthcare initiative launched to strengthen the primary, secondary and tertiary healthcare sector. അതിൽ tertiary infrastructure wise it is correct എന്നുള്ളത് 100% ആയിട്ട് ഓർത്ത് വെക്കുക.
It aims to prepare the healthcare system to handle public health emergencies and future pandemics effectively. Correct? The mission also focuses on creating a robust disease surveillance system. Absolutely right. So ഇതെല്ലാം ഓർത്തു വെക്കുക. So എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. Moving on to the next question. With reference to internet governance internship and capacity building scheme. ഇതൊരു സ്കീമാണ്. Internet governance internship and scheme. Which of the following statement is correct? ഈ സ്കീം Internet governance internship and capacity building scheme launched by NIXI, National Internet Exchange of India. അങ്ങനെ ഒരു എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ഉണ്ടോ? It supports adoption of IPv6 protocol. എന്താണ് ഈ IPv6 എന്നുള്ളത് അറിഞ്ഞിരിക്കണം. It is a one-time fellow program offered to foreign students. Fellowship program. Which of the following statements are correct? ഒന്ന് 5 seconds ആലോചിക്കുക. എൻ്റെ അടുത്തും കൂടെ 5 seconds ആലോചിച്ചതിന് ഉത്തരം പെട്ടെന്ന്, അതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്, പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റണം. ലെറ്റ്സ് ടേക്ക് ഇറ്റ് ഈസ് ലോഞ്ച് ബൈ ദ നിക്സി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? യെസ്, അങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, ലോഞ്ച് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണ്. ഇറ്റ് സപ്പോസ് അഡോപ്ഷൻ ഓഫ് IPv6 പ്രോട്ടോകോൾസ് ഇൻ ഇന്ത്യ. ട്രൂ. യെസ്, ഇറ്റ് ഈസ് ഓൾസോ ട്രൂ. ഇറ്റ് ഈസ് എ വൺ ടൈം ഫെലോഷിപ്പ് പ്രോഗ്രാം ഓഫർഡ്. ഇതൊരു ഫെലോഷിപ്പ് പ്രോഗ്രാം അല്ല. സോ ദാറ്റ് ഈസ് റോങ്. സോ ഒബ്വിയസ്ലി 1 and 2 ഇസ് ദ കറക്റ്റ് ആൻസർ. അങ്ങനെ ഒരു സ്കോളർഷിപ്പ് ഇല്ല. അപ്പൊ എന്താണ് IPv6 എന്നുള്ളതും കൂടെ ഹാവ് എൻ ഐഡിയ. ഇതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. So, number one, Internet Governance Internship and Capacity Building is launched by the National Internet Exchange of India to promote awareness and expertise in internet governance among Indian citizens. So, this is a kind of an awareness program. So, have an idea that there is an organization called as NIXI. അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. And the scheme supports IPv6 protocol in India, which is a fast focus area of NIXI. Internet infrastructure ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് IPv6. So IPv6 എന്ന് പറയുന്നത് ഒരു ഇന്റർനെറ്റ് പ്രോട്ടോകോൾ 6 ആണ്, വേർഷൻ 6. ഇറ്റ്സ് എ സിസ്റ്റം വിച്ച് ഹെൽപ്സ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഡിവൈസസ് ഓൺ ദി ഇന്റർനെറ്റ് ഫൈൻഡ് ആൻഡ് ടോക്ക് ടു ഈച്ച് അതർ. നമുക്ക് സാധാരണ ഒരു കമ്പ്യൂട്ടേഴ്സും ഡിവൈസസ് ഓൺ ഇന്റർനെറ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ട്, ജസ്റ്റ് ലൈക്ക് പോസ്റ്റൽ അഡ്രസ് ഹെൽപ്സ് മെയിൽ ടു ഗെറ്റ് ദ റൈറ്റ് ഹൗസ് കിട്ടുന്ന പോലെ, കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഡിവൈസസ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് പോലത്തെ ഒരു സിസ്റ്റമാണ് IPv6. ഏറ്റവും ബെയർ മിനിമം ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ടെക് ഒന്നും അറിയില്ലെങ്കിൽ, ടെക് ബാക്ക്ഗ്രൗണ്ട് ഒന്നും അല്ലെങ്കിലും ബെയർ മിനിമം ആ ഒരു ഇന്ററാക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി വെച്ചാൽ എളുപ്പമായിരിക്കും. ഏതെങ്കിലും ഒരു ചോദ്യത്തിൽ ചിലപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ദിസ് ഇസ് നോട്ട് എ വൺ ടൈം ഫെലോഷിപ്പ്. ഇറ്റ്സ് പ്രൈമർലി എയിംഡ് അറ്റ് ബിൽഡിംഗ് ഡൊമസ്റ്റിക് ടാലന്റ് ഇൻ ഇന്റർനെറ്റ് ഗവർണൻസ്. ഇന്റർനെറ്റ് ഗവർണൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അവയർനെസ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് എന്ന് ഇതിൽ മനസ്സിലാക്കി വെക്കുക. മൂവിംഗ് ഓൺ ക്വിക്ലി, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് യൂണിഫൈഡ് പെൻഷൻ സ്കീം. എന്താണ് UPS എന്ന് പറയുന്നത്? Can be a very likely question, okay? It guarantees a fixed pension of 50% of last drawn basic pay. Ano? Solve ചെയ്തോളൂ. ആണോ? It covers all Indian citizens. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. All Indian citizens, including private sector employees. 50% of last drawn. It replaces the national pension system for those hired after January 2004. 20 വർഷങ്ങൾക്ക് മുന്നേ, 2004 ശേഷം ഏതാണ്? NPS, UPS, already Unified Pension Scheme, NPS ഒക്കെ കേട്ടിട്ടുണ്ടാവും. So ഇതിൽ let's find out the answer. It guarantees a fixed pension of the first 50% of basic pay. The right solution. It covers all Indian citizens എന്ന് പറയുന്നത്, all എന്ന് പറയുന്നത് it's a wrong answer statement because including private sector എന്ന് പറയുന്നത് it does not apply to them. ഇൻഫോസിസിലോ ടാറ്റയിലോ വർക്ക് ചെയ്യുന്ന ആൾക്കുണ്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യം. It replaces the national pension scheme for those hired after 2004 ശേഷം NPS റീപ്ലേസ് ചെയ്യാം. This statement is also right. So let's check out the answer. ഇത് മാത്രമാണ് തെറ്റായ ഉത്തരം. സോ ബാക്കിയുള്ളതെല്ലാം കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണെന്നുള്ളത് യു ക്യാൻ ഗെറ്റ് എൻ ഐഡിയ. ഇത് ഫിക്സഡ് അറ്റ് 50% ഓഫ് ദി ആവറേജ് ബേസിക് പേ ആണ് ലാസ്റ്റ് 12 month ബിഫോർ റിട്ടയർമെന്റ്, പ്രൊവൈഡഡ് ദി എംപ്ലോയി ഹാസ് കംപ്ലീറ്റഡ് 25 years ഓഫ് സർവീസ്. അതും കൂടെ ഓർത്ത് വെക്കണം. 25 years ഓഫ് സർവീസ്, ലാസ്റ്റ് 12 മാസത്തെ ആവറേജ് ബേസിക് പേ ആണ്. Fixed of 50% of the average basic pay. Scheme is not applicable to private sector employees. It is specifically designed for central government employees. വളരെ വളരെ ഓർത്ത് വെക്കുക, സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇറ്റ് റീപ്ലേസസ് ദ NPS ഫോർ 2004 ശേഷം വന്നവരെ റീപ്ലേസ് ചെയ്യും. പക്ഷെ ഒരു കാര്യം കൂടെ ഉണ്ട്, പ്രൊവൈഡഡ് അവർ UPS എടുത്തെങ്കിൽ മാത്രം. പ്രൊവൈഡഡ് ദേ ഹാവ് ഓപ്റ്റഡ് ഫോർ UPS, ഇറ്റ് ഈസ് വർക്കിംഗ് ലൈക്ക് ദാറ്റ്. അത് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് FHI? എത്ര പേര് കേട്ടിട്ടുണ്ട് ഇതിനെ കുറിച്ചിട്ട്? വിത്ത് റെഫറൻസ് ടു ദ ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ്, എത്ര പേര് FHI കേട്ടിട്ടുണ്ട്? ലെറ്റ്സ് സോൾവ് ഇറ്റ് ക്വിക്ലി. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ നീതി ആയോഗ് യൂസിംഗ് ഡേറ്റ ഫ്രം ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. സോ നീതി ആയോഗിന്റെയും CAG യുടെയും ഡേറ്റ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്.
It evaluates states based on 5 sub-indices including debt sustainability. 5 ഇൻഡെക്സുകളിൽ ഒന്ന് ഡെറ്റ് സസ്റ്റൈനബിലിറ്റി ആണോ? ഒഡീഷ, ഗോവ, കർണാടക were top achievers. അതിൽ ഗോവ, കർണാടക, ഒഡീഷയൊക്കെ ഉണ്ട്. ഇതിൽ എങ്ങനെയാണ് നമ്മൾ ടോപ്പ് അച്ചീവേഴ്സ് കണ്ടുപിടിക്കുന്നത്? ലെറ്റ്സ് ചെക്ക് ഔട്ട് ദി ആൻസർ ഫസ്റ്റ്. ഒന്ന്, ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് റൈറ്റ്. ഇറ്റ് ഇസ് നീതി ആയോഗ് തന്നെയാണ് FHI. CAGയുടെ ഡേറ്റ തന്നെയാണ്. സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നാളെ പരീക്ഷ തിരിച്ചും ചോദിക്കാം. FHI എന്ന് പറയുന്ന CAGയുടെ ഡേറ്റ വെച്ച് തന്നെയാണ് 5 ഇൻഡെക്സിൽ പ്രധാനമായിട്ടും ഡെറ്റ് സസ്റ്റൈനബിലിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണത്. ആൻഡ് ഒഡീഷ, ഗോവ, കർണാടക were top achievers. ഇതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ബിക്കോസ് ഗോവ ആൻഡ് കർണാടക ആർ നോട്ട് ദ ഒഡീഷ ഇസ് ദർ ഇൻ ദ ലിസ്റ്റ്. പക്ഷെ ഗോവയും കർണാടകയും ടോപ്പ് അച്ചീവർ അല്ല എന്നുള്ളതും കൂടെ ഇവിടെ ഓർത്ത് വെക്കുക. സോ ഇത് ടൂൾ ഡെവലപ്പ് ബൈ നീതി ആയോഗ്. എന്താണ്? ഫിസിക്കൽ ഹെൽത്ത് ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് പ്രധാന പോയിന്റ്. ഡേറ്റ CAGയുടെ ആണ്. വേരിയസ് ഇൻഡിക്കേറ്റേഴ്സ് ലൈക്ക് ഡെറ്റ് സസ്റ്റൈനബിലിറ്റി, റവന്യൂ ജനറേഷൻ, ഫിസിക്കൽ ഡെഫിസിറ്റ് മാനേജ്മെന്റ് പോലത്തെ കുറേ കാര്യങ്ങളുണ്ട്. അത് ഫിസിക്കൽ മാനേജ്മെന്റ് ബേസ് ചെയ്തിട്ടാണെന്നുള്ളത് ഓർത്ത് വെക്കുക. സോ ഡേറ്റ ഇസ് ദിസ്. ഒഡീഷ വാസ് എ ടോപ്പ് അച്ചീവർ. ഗോവ ആൻഡ് കർണാടക ആർ നോട്ട് ദെയർ. ഛത്തീസ്ഗഡ് ആൻഡ് ജാർഖണ്ഡ് ആൻഡ് ഒഡീഷ ആർ ദ ടോപ്പ് റാങ്കേഴ്സ്. കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇവരൊക്കെ ലാസ്റ്റ് കിടക്കേണ്ടതല്ല, പക്ഷെ ഇവരാണ് ടോപ്പ് പെർഫോമേഴ്സ് ആയത് ഫിസിക്കൽ ഡെറ്റും ഡെറ്റ് സസ്റ്റൈനബിലിറ്റിയിലും ഒക്കെ. ഡെറ്റ് സസ്റ്റൈനബിലിറ്റിയും ഇതിന്റെ ഭാഗമാണ്. സോ ഗെറ്റ് ദിസ് പോയിന്റ് കറക്റ്റ്. Moving on to the next important one. What is the primary objective of Entity Locker launched by MeitY? Ministry of Electronics. Okay. MeitY എന്ന് പറയുന്ന what is Entity Locker? Promote intergovernment data sharing, secure, store and manage documents for business, offer real-time tax compliances, facilitate direct DBT transfers to MSME. ഇങ്ങനെയൊക്കെ ഓപ്ഷൻ വന്നാൽ വളരെ ക്ലോസ് ആയിട്ട് നമുക്ക് തോന്നും. എന്താണ് Entity Locker എന്നുള്ളത്? ഏതാ ആൻസർ? ഫ്രീസൺ പെട്ടെന്ന് ആൻസർ പറയാം. The answer is take points for take point B. It securely store and manages documents for businesses. അതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ അതാണ് B ആണ് ആൻസർ. ബിസിനസ് ഹൗസിന് വേണ്ടിയാണ്. ഇതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ്. മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. സെക്യൂർ ആയിട്ട് സ്റ്റോർ ചെയ്യാനും മാനേജ് ചെയ്യാനും വെരിഫൈഡ് ഡോക്യുമെന്റ്സ് ഫോർ ബിസിനസ് ആൻഡ് ഓർഗനൈസേഷൻ. ഇത് വർക്ക് ഫ്ലോ, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്, പേപ്പർലെസ് ഗവർണൻസ് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഫീച്ചർ കൊണ്ടുവന്നിരിക്കുന്നത്. സോ പ്ലീസ് റിമെമ്പർ ദ നെയിം ഓഫ് ദ ഫീച്ചർ. ഇറ്റ്സ് Entity Locker. ഡിജി ലോക്കർ എന്ന് പറഞ്ഞ പോലെ വേണമെങ്കിൽ Entity Locker എന്ന് ചോദിക്കാം. സെക്യൂർ ആയിട്ട് ക്ലൗഡ് ബേസ്ഡ് സ്റ്റോറേജ് ഉണ്ട്. റിയൽ ടൈം ആക്സസ്, വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെന്റ്, ഡിജിറ്റൽ സിഗ്നേച്ചർ, ഇതെല്ലാം ഇതിനകത്തുണ്ട്. സോ പ്ലീസ് റിമെമ്പർ Entity Locker is important as ഡിജി ലോക്കർ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. Fair enough. And moving on to the next question. Why was the US entity list significant for January 25? It appeared in the news. US entity list. What exactly is that? It removed Indian pharma companies from sanctions. Okay. It allowed Indian IT firms to operate in Silicon Valley. It delisted 3 Indian nuclear entities. It facilitated Indian access to Arctic mineral resources. എല്ലാ ഓപ്ഷനും ടൈറ്റ് ആണ്. അതുകൊണ്ടാണ് ടൈറ്റ് ആക്കി ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതാണ് റൈറ്റ് ആൻസർ എന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? സ്പോട്ട് ഓൺ ദി ആൻസർ. B is the answer. It allowed Indian IT firms. ആണോ? അല്ല. It is C. It delisted 3 Indian nuclear entities using tech transfer. So nuclear relation ആയിട്ട് ബന്ധപ്പെട്ടതാണ് entity list എന്നുള്ളത്. So let's understand the answer is 3 കമ്പനീനെ ഡീലിസ്റ്റ് ചെയ്തു. ഈ entity list എന്ന് പറയുന്നത് US ഗവൺമെന്റിനെ ഒരു impose foreign entities, organization, business or individuals that are considered a threat to the US ഗവൺമെന്റിന്റെ നാഷണൽ സെക്യൂരിറ്റി, ഫോറിൻ പോളിസിക്ക് ഒരു ത്രെറ്റ് ആണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ ഇത് കൊണ്ടുവരികയുള്ളൂ, ഈ ഒരു ടൂൾ യൂസ് ചെയ്യുള്ളൂ. Being on the list limits access to US technologies and partnership. Removal from list can open the doors for collaboration. ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ ഇല്ല, ലിസ്റ്റിൽ നിന്ന് പുറത്തു പോയാലേ ഗുണമുള്ളൂ. അപ്പോൾ ഇത് മനസ്സിലാക്കുക. ലിസ്റ്റിൽ നിന്ന് ഡീലിസ്റ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം അതാണ്. ലിസ്റ്റിൽ നിന്ന് പുറത്തു പോയാലേ കാര്യമുള്ളൂ. ഇവിടെ 2025 US റിമൂവ് 3 പ്രധാനപ്പെട്ട ഏജൻസീസ്. ഒന്ന് ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ബാർക്ക്, ഇന്ദിരാഗാന്ധി അറ്റോമിക് റിസർച്ച് സെന്റർ ഇക്കാർ ആൻഡ് ഇന്ത്യൻ റയർ എർത്ത് മിനറൽസ് എന്ന് പറഞ്ഞ ഇതിന്ന് എടുത്ത് ഡീലിസ്റ്റ് ചെയ്തു, റിമൂവ് ചെയ്തു. സോ ദാറ്റ് ഇന്ത്യയും അമേരിക്കയും നല്ല ന്യൂക്ലിയർ റിലേഷൻസ് മാത്രമല്ല നല്ല ഇന്ത്യ റിലേഷൻ US റിലേഷനിലാണ്. ക്ലീൻ എനർജി ക്രിട്ടിക്കൽ മിഷനിൽ വരാൻ പോകുന്ന പുതിയ നല്ല ഇതാണ്. അപ്പൊ ഇതാണ് ഇതിനകത്ത് നിന്ന് പ്രധാനമായിട്ടും കാണേണ്ടത്. Entity ലിസ്റ്റ് എന്നാണ്. നെക്സ്റ്റ് ഇസ് ഇതൊക്കെ ടിപ്പിക്കൽ UPSC ക്വസ്റ്റൻ ആണ്. വാട്ട് ഇസ് ദ സെൻട്രൽ ഫോക്കസ് ഓഫ് ഗ്ലോബൽ റിസ്ക് റിപ്പോർട്ട് 2025? അപ്പൊ ചിരിച്ചും ചോദ്യം ചോദിക്കാം. They can even ask this question. The global risk report is released by which of the following? IMF, World Bank, International Monetary Fund എന്നൊക്കെ വന്നാലും you should have OECD എന്നൊക്കെ പറഞ്ഞാലും you should know global risk report വേൾഡ് എക്കണോമിക് ഫോറം ആണ്. എന്താണ്? ഇറ്റ് മാറ്റേഴ്സ് ക്ലൈമറ്റ് ഡിപ്ലോമസി ആൻഡ് ബയോഡൈവേഴ്സിറ്റി,
identifying and ranking long-term global threats, promoting trade in green technology, funding clean energy infrastructure. It sounds very അറിയാമെങ്കിൽ അറിയാം. Let's check the answer. Take the answer is B. Identifying and ranking long-term global threats. ആ ഗ്ലോബൽ റിസ്ക് ഉള്ളതുപോലെ തന്നെ ഗ്ലോബൽ ത്രെറ്റ് എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും. സോ ഫിഗർ ഇറ്റ് ഔട്ട്. സോ ദാറ്റ് ഇസ് ദി ആൻസർ. ഗ്ലോബൽ ത്രെറ്റ് എന്ന് പറയുന്നത് പബ്ലിഷ്ഡ് ബൈ എക്കണോമിക് ഫോറം. ഇറ്റ്സ് എൻ ആനുവൽ അനാലിസിസ് of the global challenges. The identifies ranks on the likelihood of impact covering areas like geopolitical tension, climate change, technological advancement, societal polarization. So on a large, it looks at the larger world issues. അതാണ് ഗ്ലോബൽ റിസ്ക് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഗ്ലോബലി ആയിട്ടുള്ള റിസ്കുകളാണ്. അപ്പോൾ അത് വളരെ സിമ്പിൾ ആണ്, ഒബ്വിയസ് ആണ്. വേൾഡ് എക്കണോമിക് ഫോറം ആണെന്നുള്ളത് ഓർത്ത് വെക്കാം. And moving on to the next important question, and probably the last question of this LEAP set 1. The Torrijos-Carter Treaty are significant in global history. ന്യൂസിൽ ഉള്ളതുകൊണ്ടാണ്. Torrijos-Carter treaties are in the news, or they were discussed in the news. എന്താണ് ഇതിന്റെ അർത്ഥം? ഒന്ന്, കോൾഡ് വാർ. ഇറ്റ് എൻഡഡ് ദ കോൾഡ് വാർ ത്രൂ നേവൽ ഡീമിലിറ്ററൈസേഷൻ, transferred control of Panama Canal to Panama, abolished the Monroe Doctrine in Latin America, enabled Cuban independence under US supervision. എല്ലാം ഒരേപോലെ ഇട്ടിരിക്കുന്നുണ്ട്. ചലഞ്ച് ഉണ്ട്. The Torrijos-Carter Treaty is in the news and it is Panama Canal was transferred to Panama. അതാണ് അതിന്റെ ആൻസർ. കാരണം this opened a new relation between അന്നത്തെ കാലത്ത് യുണൈറ്റഡ് നേഷൻസ് ഓർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ആ സമയത്തുള്ള ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിന്റെ ട്രേഡ് കൊണ്ടുവന്നതാണ്. ബിക്കോസ് പനാമൻ സോവറിനിറ്റി എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ദർ ഇസ് സംതിങ് കോൾഡ് പനാമൻ സോവറിനിറ്റി. പനാമ കനാൽ കൺട്രോൾ ചെയ്യേണ്ടത് പനാമയാണ് എന്ന് പറയുന്ന ഒരു പനാമൻ സോവറിനിറ്റി ആണ്. ഇറ്റ് വാസ് അപ്ഹെൽഡ് ഹിയർ. സോ ചെക്ക് ഔട്ട് ദി ആൻസേഴ്സ് ആൻഡ് ലെറ്റ്സ് ക്വിക്ലി. അത് തന്നെയാണ് അതിന്റെ ഉത്തരം. So these three: control of Panama, ensuring Panamanian sovereignty over the canal while maintaining its neutrality for global trade, significant shift in the Latin American relationship between US Latin America. So quick ആയിട്ട് എൻ്റെ കൂടെ സോൾവ് ചെയ്തെന്ന് വിചാരിക്കുന്നു. I hope you like this segment. Definitely നിങ്ങൾ കമന്റ് ചെയ്യുക. ഇതേപോലത്തെ സെക്ഷൻ ഇനിയും ഞാൻ ഇത് ചെയ്യുന്നുണ്ട് ബിക്കോസ് ഹെൽപ്ഫുൾ ആണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ബേസിക് റിവിഷൻ എക്സാംസ് ഡെഫിനറ്റ് ആയിട്ടും വന്ന് ഇവിടെ എഴുതാം. ഇറ്റ്സ് ഫ്രീ ഓഫ് കോസ്റ്റ്. യു ക്യാൻ കം ആൻഡ് റൈറ്റ് ദ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇവിടെ ഉണ്ട്. യു ക്യാൻ റൈറ്റ്, ടേക്ക് എ ബേസിക് റിവിഷൻ. ലാസ്റ്റ് മിനിറ്റ് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ഡെഫിനറ്റ്ലി ടർബോ നോട്ട്സ് വേണമെന്നുള്ളവർ ലെറ്റ് മീ നോ വാട്സ്ആപ്പ് ഇൻ ദിസ്. സോ ഡു കമന്റ് ആൻഡ് ലെറ്റ് മീ നോ ഹൗ വാസ് എ സെഷൻ. ഞാൻ ഇനിയും അടുത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ട്. ഐ ട്രൈ ടു ഡു ഇറ്റ് വെരി റെഗുലർലി. എല്ലാ ക്വസ്റ്റ്യൻസും കൊണ്ടുവരാൻ നോക്കാം. Okay, thank you so much. Do subscribe to our channel and do listen to our classes. This is Arjun R. Shankar. Thank you.